എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ടെസ്റ്റുകളൊക്കെ. നിങ്ങൾ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാൻ നോക്ക്. എന്തുപറ്റി മാഡം? ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. പെട്ടെന്ന് കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോകും. ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട് അവിടെ. ശരി മാഡം. മാഡം അതെന്തു പറ്റിയതാ? ബൈക്ക് ആക്സിഡന്റാ. നരനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവില്ല, അല്ലേ രഘുവേട്ട? അവൻ എന്താ രഘുവേട്ട ഇങ്ങനെ? നമുക്ക് പറയാനല്ലേ പറ്റൂ അംബികെ. ഇനി അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നരനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാ ഗൗരിമോള് പോയത്. താനില്ലെങ്കിലും അവന് നമ്മളുണ്ടെന്നുള്ള സമാധാനത്തിലല്ലേ അവള് പോയത്. മരിച്ച ഞാൻ മുകളിലോട്ട് ചെല്ലുമ്പോ അവള് ചോദിക്കില്ലേ, അവളുടെ കുഞ്ഞിന്റെ ജീവിതം ഭദ്രമാക്കാൻ ഞാൻ എന്ത് ചെയ്തെന്ന്? അവനൊരു കൂട്ടുണ്ടോന്ന് ചോദിക്കില്ലേ? വയസ്സായി കഴിയുമ്പോ അവനെ ആര് നോക്കുമെന്ന് പറഞ്ഞ് സങ്കടപ്പെടില്ലേ? ചിതയിൽ വയ്ക്കുന്ന സമയത്ത് പോലും അവന് വേണ്ടി കരയാൻ ഭാര്യയോ കുട്ടികളോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടില്ലേ? മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ച എന്റെ കയ്യില് എന്ത് മറുപടിയാ ഉള്ളത് രഘുവേട്ട? അവൻ അവന്റേതായ ന്യായങ്ങൾ ഉണ്ടാവും അംബികെ. അവന് എന്ത് ന്യായം ഉണ്ടെന്ന? ഒന്ന് പഴിച്ചെന്ന് കരുതി എന്നെ അതുപോലെ ആവോ? അംബികെ, കല്യാണമൊന്നും ആരെയും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടതല്ല. നമ്മളാലാവും വിധമൊക്കെ ശ്രമിച്ചില്ലേ? ഇനിയിപ്പോ അവന് എന്നെ തോന്നട്ടെ. കല്യാണം വേണമെന്ന് തോന്നുമ്പോ അപ്പം നമുക്ക് നോക്കാം. മനസ്സ് വെറുതെ വിഷമിപ്പിക്കാതെ അംബികെ. ശരീരത്തിന് ദോഷമാ അത്. കിടന്നുറങ്ങാൻ നോക്ക്. അംബികെ, അയ്യോ അയ്യോ, അംബികെ. വേദന സഹിക്കാൻ വയ്യ രഘുവേട്ട. അംബികെ, അയ്യോ 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 അംബികെ, അമ്മേ, നരനെ, ഗായത്രി, അയ്യോ അംബികെ, അമ്മേ, അംബികെ, അമ്മേ, അയ്യോ മോനെ, നരനെ, അയ്യോ, ശ്വാസം ഗായത്രി, ശിവരാജ, ഒന്ന് വേഗം വാ ആരെങ്കിലും. ഗായത്രി, ഗായത്രി, ശിവ, എടാ മോനെ നരേനെ, ആരുമില്ല ഇവിടെ. മുത്തശ്ശിക്ക് വയ്യണ. ഗായത്രി, ഗായത്രി, മോനെ നരേനെ, ഇറങ്ങി വാടാ ഇങ്ങോട്ട്.
ദേ മുത്തശ്ശി. അച്ഛാ എന്താ അച്ഛാ? ഓടി വാ മോളെ. മോളെ വേഗം വാ. എന്താ അവിടെ അച്ഛാ? അംബിക. എന്ത് പറ്റി? അംബിക അവിടെ. അയ്യോ അമ്മേ അമ്മേ നോക്ക്. അയ്യോ അച്ഛാ. അംബിക. അംബിക. എന്താ മുത്തശ്ശ നരനെ. എന്താന്ന് എന്താ മുത്തശ്ശ? മോനെ നിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് കിടക്കുകയായിരുന്നു മുത്തശ്ശി. ഞാൻ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് നോക്കുമ്പോ ഇങ്ങനെ കിടന്ന് നമുക്ക് പുളയുകയായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ? എളവ പിടിച്ചേ. സൂക്ഷിച്ച്. അംബികേ. അത്രയും പണം നഷ്ടപ്പെടുത്തിയത് കടുത്ത ഉപേക്ഷയായി പോയി വിനിതേ. നീ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പറ്റിപ്പോയി അച്ചോ. സാരമില്ല, എല്ലാം കർത്താവിൽ ഭാരമേൽപ്പിക്കുക. അച്ചോ പള്ളിവൊക്കെ ട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അച്ചോ. ഇളമോളുടെ ഓപ്പറേഷൻ അവിടെ നിന്ന് എന്തെങ്കിലും സഹായം? ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? ആ അതെ അച്ചോ. ട്രസ്റ്റിൽ നിന്നുള്ള സഹായത്തിനൊക്കെ കാലതാമസം എടുക്കും വിനിതേ. മാത്രമല്ല ഈ പറഞ്ഞ തുകയൊന്നും അവിടുന്ന് കിട്ടുകയല്ല. എനിക്കിപ്പോ സഹായം ചോദിക്കാൻ വേറെ ആരും ഇല്ല അച്ചോ. എന്റെ വീട്ടുകാരോട് മുഖത്ത് നോക്കാൻ പോലും. മനസ്സിലായി വിനിതേ, എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. നന്ദിയുണ്ട് അച്ചോ. പിന്നെ തയ്യൽ മുടക്കരുത്. ഒരു സ്ഥിര വരുമാനം വേണ്ടേ? കടയുടെ കാര്യങ്ങളൊക്കെ എന്തായി? അതിനും സെക്യൂരിറ്റി ആയിട്ടൊക്കെ പണം വേണ്ടേ അച്ചോ? ഞാൻ വീട്ടിൽ നിന്ന് തച്ചേരാച്ചോ. മതി. ഓഫീസിൽ ചെന്ന് സെബാസ്റ്റ്യൻ എന്ന ആളെ കണ്ട് നിന്റെ പേര് പറഞ്ഞാ മതി. നിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. തയ്ക്കാനുള്ള ഓർഡർ സാമ്പിൾസും ഒക്കെ സെബാസ്റ്റ്യന്റെ കയ്യിലുണ്ട്. ശരി അച്ചോ. ആ വിനീത്, തയ്ച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഡേറ്റ് സമയമൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. മറ്റു പ്രശ്നങ്ങൾക്കിടെ അതിൽ ഉപേക്ഷ കാണിക്കരുത്. എങ്കിലേ അടുത്ത ഓർഡർ വരുമ്പോ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. ഞാൻ ചെയ്തോളാം അച്ചോ. എന്നാ പോയിച്ചോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. ഓ ജീസസ്, ആ കുഞ്ഞിന്റെ ആപത്തും വരുത്തല്ലേ ഈശോയെ. നാളെ രാവിലെ പണടയ്ക്കാലോ അല്ലേ? നാളെ രാവിലെ പണടച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഓപ്പറേഷൻ പ്രൊസീജിയർ തുടങ്ങാൻ പറ്റൂ. ഇവിടെ ട്രസ്റ്റോ മറ്റോ ഉണ്ടോ? അതിൽ ഞങ്ങളുടെ നിലയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ? അതിപ്പോൾ പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടറുടെ സൈൻ വേണം. പിന്നെ എക്സ്പേർട്ടുകളുടെ ടീം പേഷ്യൻറ്റിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മറ്റും ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ ഫ്രീ ഓപ്പറേഷൻ സാങ്ഷൻ ആവൂ. അതിലേക്ക് മാസങ്ങളെടുക്കും. അയ്യോ, യവന്മാരുടെ ഓരോ കാര്യങ്ങള്. കൊച്ചുണ്ടാക്കി ശല്യപ്പെടുത്തരുതെന്ന നിയമം ഇവിടെ മാത്രമാണോ ബാധകം? അയ്യോ എനിക്ക് വയ്യ, ചിരിച്ചു പാടുന്നു. ഈ വിവരദോഷിയുടെ തലമണ്ടയ്ക്ക് 2 കൊടുക്കാൻ ആ മരക്കുറങ്ങൻ അവിടെ ഇല്ലേ? അയ്യോ എനിക്ക് വയ്യ. സാറേ, ജോലിയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ആഹാ, എന്നാ പിന്നെ പോക്കോ. പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒക്കെ അങ്ങ് വീട്ടിലെത്തിച്ചേക്കാം. എന്താ മര്യാദക്ക് പോയി ഗാർഡൻ നനയ്ക്ക് വെച്ചേ. ആഹാ, ഈ കിഴങ്ങന്റെ ഒക്കെ വീട്ടില് സെർവന്റായിട്ട് നിൽക്കുന്നത് പോലെ ഒരു ശാപമാണല്ലോ ദൈവമേ.
ഹിറ്റ്ലർ സാറിന്റെ വണ്ടിയാണല്ലോ, വെറുതെ അല്ല. ഈ ബോറൻ പുറത്തു പോയതുകൊണ്ടാ ഉച്ചത്തിലുള്ള ബഹളവും ചിരിയും ഒക്കെ. തുറക്കത്തില്ലേ? ഒന്ന് മാറി. അയ്യോ അയ്യോ, പതുക്കെ അമ്മേ, പതുക്കെ പതുക്കെ. അയ്യോ, അംബികമ്മയ്ക്ക് എന്തു പറ്റി? അയ്യോ അയ്യോ, പതുക്കെ അമ്മേ, പതുക്കെ പതുക്കെ. അയ്യോ, അംബികമ്മയ്ക്ക് എന്തു പറ്റി? അയ്യോ, പതുക്കെ പതുക്കെ. സൂക്ഷിച്ച്. സൂക്ഷിച്ചമ്മേ, പതുക്കെ. അയ്യോ 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 അമ്മേ, സൂക്ഷിച്ച് സൂക്ഷിച്ചമ്മേ, സൂക്ഷിച്ച്. അയ്യോ, രണ്ടുപേര് പിടിച്ചു നടത്താൻ മാത്രം എനിക്കത്ര പ്രയാസമൊന്നുമില്ല. എന്നാൽ അങ്ങോട്ട് നടന്നാട്ടെ. സൂക്ഷിച്ചമ്മേ, പതുക്കെ പതുക്കെ. സൂക്ഷിച്ചമ്മേ, അമ്മേ സൂക്ഷിച്ച്. സൂക്ഷിച്ചു കൊണ്ടോണേ. ഇനി എവിടെങ്കിലും തട്ടി വീണാലേ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. നോക്കിക്കോണേ. എന്താ ഒരു കെയറിങ്. ഇന്നലെ രാത്രിയിൽ അച്ഛൻ ഇവിടെ കിടന്ന് നെഞ്ചു പൊട്ടി നിലവിളിച്ചപ്പോ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ ശിവേട്ടാ? എടി, ഞാൻ കേട്ടില്ലടി. കൂടെ കിടക്കുന്നവർക്ക് അറിയാം ശിവേട്ടാ, രാപ്പനി. നിങ്ങൾ എന്നോട് വേഷം കെട്ടെടുക്കല്ലേ? അത് പിന്നെ ഗായത്രി, ആ നരേനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്നാ ഞാൻ കരുതിയത്. ഓഹോ, അപ്പൊ ശബ്ദം കേട്ടിരുന്നു. അല്ല, ഞാൻ എഴുന്നേറ്റ് വരാത്തോണ്ടെന്താ? നിന്റെ അമ്മ ചത്തുപോയൊന്നുമില്ലല്ലോ. എടി, നീ പേടിക്കൊന്നും വേണ്ട. കളവനെയും കളവയൊന്നും അത്ര എളുപ്പത്തിലൊന്നും മേപ്പോട്ടെടുക്കത്തില്ല. ശിവേട്ട ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. കേട്ടാലെന്താ, ഉടനെ അങ്ങ് ചത്തുപോകും. അങ്ങനെ വല്ല നല്ല കാര്യം ഉണ്ടാവുമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഞാനൊരു മൈക്ക് കെട്ടിവെച്ച് ഒച്ചത്തിലങ്ങ് വിളിച്ചു പറഞ്ഞു. അവരുടെ ചെലവില് അവരുടെ ഭക്ഷണവും കഴിച്ച് ചുരുണ്ടുകൂടി കിടക്കുമ്പോ തന്നെ അവരുടെ ചാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്നതാ ശിവേട്ടാ നിങ്ങളുടെ അസുഖം. നരേൻ കേൾക്കണ്ട, കയ്യോടെ നിങ്ങളുടെ കവളത്ത് തന്നെ കിട്ടും. പിന്നെ നിന്റെ നരേൻ എന്നെ കൊലത്തും. അതെ, അംബികമ്മയ്ക്ക് എന്തു പറ്റിയതാ? ഇന്നലെ രാത്രി നെഞ്ചുവേനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. അയ്യോ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരിക്കും, അതുകൊണ്ടല്ലോ ഹോസ്പിറ്റലിൽ തിരിച്ചു കൊണ്ടുവന്നേ. നിങ്ങൾ ജോലി ചെയ്യുന്ന വീടായതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്ക് ശത്രുത എന്നോടാണോ അതോ വീട്ടുകാരോടാണോ? എനിക്ക് ആരോടും ശത്രുതയില്ല. ഈ ജോലി കൊണ്ട് മര്യാദയ്ക്ക് കുടുംബം കഴിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. നരേൻ കുഞ്ഞ് നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും ചെന്ന് പോകരുതെന്ന ജോലിക്ക് വെക്കുമ്പോഴേ ഉള്ള നിബന്ധന. അതെന്താ, ചേച്ചിക്ക് പകർച്ചവ്യാധി വല്ലതുണ്ടോ? ഉണ്ടോന്ന് അങ്ങോട്ട് ചെന്ന് ചോദിക്കും, അപ്പ അറിയാം വിവരം. നിങ്ങൾ 5-6 പെണ്ണുങ്ങൾക്കേ ഈ വളപ്പിൽ താമസിക്കാൻ അനുവാദം കിട്ടിയത് തന്നെ ഭാഗ്യമാന്ന് കൂട്ടിയാ മതി. പെണ്ണാണെങ്കില് പൂച്ചോ പട്ടിയോ ആയാൽ പോലും കയറ്റാറുള്ളതല്ല ഈ മതിലിനുള്ളില്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന നിങ്ങക്ക് കൊള്ളാം. മതിയടാ, മുത്തശ്ശിക്ക് കുഴപ്പമില്ല. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണേ. മുത്തശ്ശൻ നോക്കിക്കോണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല രഘുവേട്ടാ. ഹോ, പേടിപ്പിച്ച് കളഞ്ഞില്ലേ ഇന്നലെ? ഡോക്ടർ കുറിച്ച് തന്ന ടാബ്ലറ്റ് ഒക്കെ മുടങ്ങാതെ കഴിക്കുക. എനിക്ക് വേണ്ട മരുന്ന് ഇതൊന്നും അല്ലെന്ന് രഘുവേട്ടൻ അറിയില്ലേ?
വേറെ ആരില്ലെങ്കിലും എന്തില്ലെങ്കിലും എനിക്ക് ഈ ലോകത്ത് ജീവിക്കാമേ. പക്ഷെ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയില്ലാതെ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. അവരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്നത് ആ ചിന്ത തന്നെയാടാ. നിന്റെ മുത്തശ്ശന് വയസ്സ് 80ആയി, മുത്തശ്ശിക്ക് 75. ഇത്രയും കാലം അവർ ആരോഗ്യത്തോടെ ഇരുന്നത് തന്നെ വലിയ ഭാഗ്യ. കണ്ണട എന്നതിനു മുമ്പ് നിന്റെ കല്യാണം കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? എന്തൊക്കെ പറയുന്നേ? നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യം തന്നെയാടാ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? സ്ട്രെസ് കാരണ അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ വരുന്നതെന്ന്. എപ്പോഴും ഇങ്ങനെ ശ്വാസം മുട്ടൽ വന്നാ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രായം അതല്ലേടാ. അമ്മയുടെ സ്ട്രെസ് ഇപ്പൊ നീയാ. എന്തൊക്കെ പറയുന്നേ? നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യം തന്നെയാടാ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? സ്ട്രെസ് കാരണ അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ വരുന്നതെന്ന്. എപ്പോഴും ഇങ്ങനെ ശ്വാസം മുട്ടൽ വന്നാ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രായം അതല്ലേടാ. അമ്മയുടെ സ്ട്രെസ് ഇപ്പൊ നീയാ. നിന്നോട് അത്രയ്ക്ക് സ്നേഹവും കരുതലുള്ള 2 പേരാ മുത്തശ്ശനും മുത്തശ്ശിയും. അവരുടെ ആഗ്രഹം നീ വിചാരിച്ചാ സാധിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഒന്നോർത്തോ, ഇനി അധിക കാലമൊന്നും ഉണ്ടാവില്ല അവര്. അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അതവരുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നല്ലോ. എന്നെ കൊണ്ടത് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ ആഗ്രഹം നീ വിചാരിച്ചാൽ സാധിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. എന്നെ കൊണ്ടത് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡോക്ടർമാരെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്ന അസുഖമല്ല മോളെ എന്റേത്. നരേനൊരു കല്യാണം കഴിച്ച് കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ ഇവളുടെ അസുഖം. അത് ആളോട് പറഞ്ഞാ പോരെ? ആരോട്? നിങ്ങളുടെ കൊച്ചുമോനോട്, നരേനോട്. ഓ, കക്ഷിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലല്ലോ. ഇവിടെ ജോലി ചെയ്യുന്ന സീമയാ പറഞ്ഞത് പെൺകുട്ടികളെ പരിസരത്ത് പോലും ചെല്ലുന്ന ഇഷ്ടമല്ലാന്ന്. ജന്മനാ ഇങ്ങനെയാ. ഇവളും ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, പെൺകുട്ടികളെ ഇഷ്ടമല്ലാതെ വരാൻ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അവനങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല. ഞാൻ അങ്ങനത്തെ പ്രശ്നമല്ല ഉദ്ദേശിച്ചത്. മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. മാനസിക പ്രശ്നം? മാനസിക പ്രശ്നം തന്നെയാ. അയ്യോ, പ്രോബ്ലം ആണോ? എന്നാ ഞാൻ പോയിട്ട് വരാം. ഹോസ്പിറ്റലിൽ പോകാൻ സമയേ. അതാ മോളെ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അല്ല, എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണല്ലോ മുത്തശ്ശി. എന്നെ കണ്ടിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. കേസ് പോലും ഇല്ലാത്ത വകുപ്പല്ലേ. പോയിട്ട് വരാമേ.
ഇല്ലില്ല, വരില്ല. ആൾക്കിഷ്ടാവില്ലല്ലോ. ഞങ്ങളെ കാണണമെന്നുള്ളപ്പോ നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. എന്നാലും പെണ്ണ് ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. എന്നാലും അവള് എനിക്ക് കല്യാണത്തിന് സമ്മതമാ. നരയൻ കുഞ്ഞിന്റെ മനസ്സ് പെട്ടെന്ന് മാറാനേ ഒരു കാരണമുണ്ട്. എന്ത് കാരണോ? നിന്റെ അച്ഛൻ കാരണോടി എനിക്ക് അവസ്ഥ. അതെ, ഒരു ഭാര്യ വിചാരിച്ചാലേ കൊതുക് കുത്താതെയൊക്കെ നോക്കാൻ പറ്റും. പക്ഷേ ആന കുത്താതെ നോക്കാൻ പ്രയാസോ? ഭാര്യയോ? നീയാണോ എന്റെ ഭാര്യ?